ഈ നെഗറ്റീവ് നമ്മൾ കൃത്യമായിട്ടല്ലോ സെക്ഷനും പ്രോസ് ആൻഡ് കോൺസ് കൃത്യമായിട്ട് പറയുമെന്ന് പറയുമ്പോൾ ഈ ഫോൺ കൊള്ളൂല, ഇത് പൊട്ടയാണ്, നത്തിങ് നീയോ അതല്ല ഉദ്ദേശം. ഞാൻ മാറി. അവൻ ഇച്ചിരി ബഹുമാനം കൂടിയിട്ടുണ്ടല്ലേടാ. എനിക്ക് അവന്മാര് സാറിന് താങ്ങിയത് പോലെ തോന്നിയത്. നീയോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്യില്ല ഇനി നത്തിങ്ങിന്റെ ഫോണുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഒന്ന് ആലോചിക്കണേയാണേലും ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. സാംസങ് ഡിവൈസിനെ പറ്റി എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്, എനിക്കതാണ് പറയാനുള്ളത്. ബിക്കോസ് കേട്ടെടുത്തോളം ഒറ്റകള് ഒരു ജാതി ചാട്ടുൾ ടീമാ. എറിഞ്ഞ കുത്തിയരിക്കണം, ഇല്ലെങ്കിൽ പണ്ടാരോ. സ്ലിപ്പാവണ്ട് കുത്താനുള്ള ട്രെയിനിങ് ഒക്കെ നമ്മൾ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഈ സാധനത്തിൻ്റെ വീഡിയോ S26 അൾട്രയുടെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളിത് വീഡിയോ ചെയ്യാതെ ഉപേക്ഷിച്ചാലേ ബ്രാൻഡ് പാഠം പഠിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നീയും കുറെ ഉണ്ടാക്കുന്നുണ്ടല്ലോ നാട്ടുകാരെ പറ്റിച്ച്. ആടാ ഞാൻ പറ്റിക്കുന്നുണ്ടെങ്കിലേ നല്ല അന്തസ്സായിട്ടാണ് പറ്റിക്കുന്നത്. ബ്രാൻഡ് പാഠം പഠിക്കില്ല, കാരണം ഞാൻ ചെയ്തില്ലെങ്കിൽ അപ്പുറത്ത് 1000 പേര് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് നിങ്ങളുടെ ചെയ്യുകയും ചെയ്യും അവർ. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്. ഞാനിനി സാംസങ്ങിൻ്റെ ഒരു സാധനവും ഈ ചാനലിൽ ഇടില്ല. അത് എൻ്റെ നിർബന്ധമാണ്. തീരുമാനം നമ്മുടെ കയ്യിലല്ല, നിങ്ങളുടെ കയ്യിലാണ്. നമ്മൾ ഈ ഫോൺ വീഡിയോ ചെയ്യണം. പ്രതാപ് ജി ടെക്കിൽ S26 അൾട്ര, നത്തിങ് ഫോൺ 4 എല്ലാം വരണം. ഇതിൽ അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. ഇനി ആരും സാംസങ്ങിന്റെ ഡിവൈസ് ഇത് കൊള്ളാവോ അണ്ണ, അത് കൊള്ളാവോ അണ്ണ എന്നൊന്നും വന്ന് എൻ്റെ അടുത്ത് ചോദിക്കണ്ട. എല്ലാരും പറയും പോലെ വായ കൊണ്ട് പറഞ്ഞാൽ മതി. എനിക്ക് നോ കമന്റ്സ് എന്നാണ് പറയാനുള്ളത്. ഇതിന്റെ പോരായ്മകൾ നമ്മൾ പറയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കണം. ഇത് പോരായ്മകളുണ്ട്, ഇത് നമുക്ക് പറ്റില്ല, ഇത്രയും പൈസക്ക് ഇത് മുതലല്ല എന്ന് കണ്ട് നിങ്ങളത് ഒഴിവാക്കുമ്പോൾ ബ്രാൻഡ് പാഠം പഠിക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നു പറഞ്ഞത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. കാരണം കച്ചവടം ഇല്ലാണ്ടായ പണി താനെ പഠിച്ചോളൂ അവര്. ഒരു തമാശ പറഞ്ഞാലും മനസ്സിലാവൂലേ ബൈ? തമാശയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത് ബൈ. അപ്പം നിങ്ങളുടെ തീരുമാനമാണ് വിധി എഴുതുന്നത്, ഞാനല്ല. ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു, കാരണം ടെക് ചാനലാണ്, അവിടെ ഇതെല്ലാം കവർ ആവണം. നല്ലതും മോശവും കവർ ആവുമ്പോഴാണ് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഈ കളിയൊക്കെ പഠിച്ചു തുടങ്ങിയല്ലേ? ഒന്നും വിചാരിക്കരുത്, എൻ്റെ ഒരു ഗതികേട് കൊണ്ടാ. എല്ലാരും ഗതികേട് കൊണ്ട് തന്നെയാ.